നമസ്കാരം. പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ അന്നു മുതലാണ് കേരളത്തിൽ അയ്യപ്പ ഭക്തർക്ക് വലിയ രീതിയിൽ കഷ്ടകാലം തന്നെ തുടങ്ങിയത്. 2019 പിണറായി വിജയൻ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച അന്നു മുതൽ ശബരിമല കലുഷിതമാകാൻ തുടങ്ങി. സമാധാനം എന്തെന്ന് ശബരിമലയിലെ അയ്യപ്പ ഭക്തർ പിന്നെ അറിഞ്ഞിട്ടില്ല. അയ്യപ്പ ഭക്തരെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാരിന് ആവശ്യം ഒന്നേ ഉള്ളൂ: അയ്യപ്പ ഭക്തരുടെ പണം. അവർ ശബരിമലയിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന കാണിക്കയായി നിക്ഷേപിക്കുന്ന പണവും സ്വർണവും, അതാണ് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് തന്നെ ശബരിമലയിലെ മണ്ഡലകാല മകരവിളക്ക് സമയത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ്. കേരളത്തിൽ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പല ക്ഷേത്രങ്ങളും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പല ക്ഷേത്രങ്ങളുടെയും അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൃത്തി എന്നൊരു വാക്ക് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അമ്പലങ്ങളിലും കണ്ടിട്ടില്ല എന്ന് ഭക്തർ ഒന്നടക്കം പറയുകയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 2 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതിന്റെ പ്രതിഷേധത്തിന്റെ ഒരു നാള് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇത് ശബരിമലയെ തകർക്കാൻ, അത് ശബരിമല ഏത് രീതിയിൽ തകർക്കണമെന്ന് നോക്കി രണ്ടാമത്തെ ഒരു പദ്ധതിയുമായിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ആദ്യ പടിയായിട്ട് 80,000 പേരെ മാത്രമേ ഈ വരുന്ന മണ്ഡലകാല മകരവിളക്ക് മാസം, അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ശബരിമലയിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ, സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് അങ്ങനെ പറയാൻ എന്ത് അധികാരമാണ് ഉള്ളത് എന്നാണ് ഒരു ചോദ്യം. ഭക്തർ പോകുന്നത് പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കോ അല്ലെങ്കിൽ AKG ഭവനിലേക്കോ അല്ല കയറുന്നത്, ശബരിമലയിലാണ്. ഭക്തർക്ക് കാണിക്കർപ്പിക്കുന്ന പണം ഒരു ഉളുപ്പുമില്ലാതെ സർക്കാർ എടുക്കും. അത് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സർക്കാർ ചെലവാക്കുന്നുണ്ട്. കൂടാതെ ദേവസ്വം ബോർഡ് കൈക്കലാക്കും. എന്നിട്ട് ഒരു തരത്തിലുമുള്ള ഒരു സുരക്ഷാ സംവിധാനമോ അവിടെ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കി നൽകുന്നില്ല. ദേവസ്വം മന്ത്രിയും സംസ്ഥാന സർക്കാരും വല്ലപ്പോഴും ഒക്കെ തിരുപ്പതിയിലൊന്ന് നോക്കണമെന്ന് പറഞ്ഞത് തിരുപ്പതിയിലെ വരുമാനത്തെ കണ്ണുകൊണ്ട് പോലും നോക്കരുത്. അങ്ങനെ നോക്കിയാൽ ആ തിരുപ്പതിയിലെ വരുമാനം ഇടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കാൻ പറഞ്ഞത് തിരുപ്പതിയുടെ ട്രസ്റ്റ് അവരെങ്ങനെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം മന്ത്രി വാസവനും ഒക്കെ ദേവസ്വം ബോർഡ് നോക്കിയാൽ കൊള്ളാമായിരിക്കും. കാരണം ഒരു ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് തിരുപ്പതിയിൽ ദർശനം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അതായത് ഭക്തർക്ക് എന്തൊക്കെ സഹായങ്ങൾ ദേവസ്വം ബോർഡ് ട്രസ്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. ഇവിടെ കഴിഞ്ഞ വർഷം തിരുപ്പതി മോഡലിൽ അയ്യപ്പ ഭക്തർക്ക് ക്യൂ ഒരുക്കാം എന്ന് ഹൈക്കോടതിയെ പറഞ്ഞു പറ്റിച്ചിട്ട് എല്ലാം കൂടെ അവസാനം അയ്യപ്പ ഭക്തരെ മണിക്കൂറോളം ഒരിടത്ത് വെള്ളം പോലും കൊടുക്കാതെ പിടിച്ചിട്ട അവസ്ഥ നമ്മൾ കണ്ടതാണ്. കൊച്ചു കുട്ടികളടക്കം പമ്പയിലും നിലയ്ക്കലിലും എല്ലാം ക്യൂ നിന്നതാണ് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി. എന്നിട്ട് ഇതൊന്നും സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്ന രീതിയിലേക്ക് നിൽക്കുന്നു. പമ്പയിലെത്തിയാലും സന്നിധാനത്തെത്തിയാലും നല്ല രീതിയിൽ ഒരു ശുചിത്വം അവിടെ ഇല്ല എന്നത് ഉറപ്പാണ്. പണമുണ്ടോ? അവിടുത്തെ ദേവസ്വം ബോർഡിലെ മേധാവികൾ തന്നെ നമ്മുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ 80,000 അല്ലെങ്കിൽ 70,000 ഒക്കെ ഭക്തരെ കയറ്റുക എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു അധികാരവുമില്ല. എത്ര ഭക്തർ കയറണം, എത്ര ഭക്തർ കയറണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഭക്തജനങ്ങൾക്ക് മാത്രമാണ്. കഴിഞ്ഞ വർഷം, അതായത് 2 വർഷത്തിന് മുന്നേ ഇത് കേരള പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ, വെർച്വൽ ക്യൂ സംവിധാനം കേരള പോലീസിന്റെ നിയന്ത്രണത്തിലായപ്പോൾ നല്ല രീതിയിൽ വൻ വിജയകരമാക്കി തീർത്തതാണ് വെർച്വൽ ക്യൂ സംവിധാനം. ഇത് കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിന്റെ കയ്യിലെത്തിയതോടു കൂടിയാണ് ഇതിനെ തകർത്ത് അവർ തരിപ്പണമാക്കിയത്. സ്പോട്ട് ബുക്കിംഗ് എന്ന പേരിൽ പലയിടത്തും കൗണ്ടറുകൾ തുറന്ന് ആയിരക്കണക്കിന് ആളുകളെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി കയറ്റി വിട്ട് വലിയ രീതിയിലൊരു തിരക്ക് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഇതിൽ കൊണ്ടുവന്നു. 1 ലക്ഷമല്ല, 2 ലക്ഷമല്ല, ഇനിയിപ്പോൾ ഒരു 10 ലക്ഷം ജനങ്ങൾ ഒന്നിച്ച് ശബരിമലയിൽ കയറി വന്നാലും ഒരു പ്രശ്നവുമില്ലാതെ സുഗമമായ രീതിയിൽ അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്താനുള്ള രീതി ശബരിമല സന്നിധാനത്ത് തന്നെയുണ്ട്. അതിനാദ്യം വേണ്ടത് നല്ലപോലെ തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരു വ്യക്തി അവിടെ വേണം. ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വേണം. നല്ല രീതിയിൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വ്യക്തി വേണം. അല്ലാതെ 80 പേര് വന്നാൽ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വെറും മുട്ട ന്യായമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും ഈ മണ്ഡലകാല മകരവിളക്ക് സമയം തകർക്കാനാണ് രീതിയെങ്കിൽ ജനങ്ങൾ
നേരത്തെ കാണിച്ചതുപോലത്തെ പ്രതിഷേധമായിരിക്കില്ല. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങുമെന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും.